ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും ടീച്ചറെ, പ്രിയമുള്ള അധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന്റെ കാര്യം സിസ്റ്റർ പറഞ്ഞില്ലേ? എന്താണ് കൂടിയിരിക്കുന്നത്? നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് 4ാം ക്ലാസ്സിലെ നമ്മുടെ ചേട്ടന്മാരെ ഭാഗികമായ രീതിയിൽ, പൂർണ്ണമായിട്ടല്ല ഭാഗികമായ രീതിയിൽ യാത്രയാക്കുന്ന ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് ആണ് അല്ലേ? കാരണം അവർ പൂർണ്ണമായി പോകുന്നത് സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 30-ന് ശേഷം, അതും കഴിഞ്ഞ് റിസൾട്ട് അല്ലേ ടി സി കൊടുത്തല്ലേ പൂർണ്ണമായിട്ട് ടി സി കൊടുത്തു കഴിയുമ്പോഴേ അവർ ഈ സ്കൂളിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ വിടുതൽ വാങ്ങിപ്പോവുകയുള്ളൂ. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് 6 വർഷക്കാലം ഭൂരിപക്ഷം കുട്ടികളും ഈ സ്കൂളിൽ പഠിച്ചവരാണ് അല്ലെ. 2 വർഷം നേഴ്സറിയിൽ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറ്റം വരാം. എന്നിരുന്നാലും 4 വർഷം പൂർണ്ണമായും എല്ലാവരും ഈ സ്കൂളിൽ പഠിച്ചതാണ് അല്ലേ. ഈ സ്കൂളിൽ വിവിധ അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചില അധ്യാപകർ സ്ഥലം മാറിപ്പോയി സർവീസിന് വിരമിച്ചവരുണ്ട്, മറ്റ് മേഖലകളിലേക്ക് പോയവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നല്ല ഒരു അനുഭവമായിരുന്നു നമ്മുടെ ലിറ്റിൽ എൽ പി സ്കൂൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേരറിയാവോ? ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയിലെ ആദ്യത്തെ ഘടകമാണ് പ്രാഥമിക വിദ്യാഭ്യാസം. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ളതാണ്. എല്ലാ ഗവൺമെൻറ്റും മാറി വരുന്ന ഗവൺമെൻറ്റുകൾ വളരെ കരുതലോടുകൂടി തന്നെ, ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാണുന്നത് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയാണ്. ഈ 4 വർഷം നിങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങൾ വിവിധ സ്കൂളിലേക്ക് അടുത്ത വർഷം പോവുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ, കൂടുതൽ ടീച്ചർമാരെ കാണുവാൻ, അതോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ LP സെക്ഷൻ നിങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ UP ക്ലാസ്സിൽ ആണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഉയർന്ന തലങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഈ പോയ അവസരങ്ങളിൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ നിങ്ങൾ ഓർക്കണം. ഒരു ചെറിയ കാര്യം പറയുകയാണ്. നിങ്ങളുടെ ഇവിടെ ഇരുന്ന ഒരു കൊച്ചച്ഛനുണ്ടായിരുന്നു, ഷാജി, ജനറൽ കോളേജിലെ പ്രിൻസിപ്പൽ അച്ഛനല്ലേ. അച്ഛനൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ അച്ഛൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അച്ഛൻ വടക്കമാണ സ്കൂളിലാണ് പഠിച്ചത്. ഈ ദേശക്കാരനായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛനെ കൂടുതൽ അറിയത്തില്ലായിരുന്നു. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ പറഞ്ഞത്, ഞാൻ എൻ്റെ 1ാം ക്ലാസ്സിലെ ടീച്ചറിനെ കണ്ടെത്താൻ വേണ്ടി വർഷങ്ങളോളം ഞാൻ അലഞ്ഞു തിരിഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങി അവസാനം ഞാൻ എൻ്റെ 1ലെ ടീച്ചറിൻ്റെ അടുത്ത് എത്തിച്ചേർന്നതാണ്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളെ 4 വരെ പഠിപ്പിച്ച ടീച്ചർമാരെ കാണുമ്പോൾ. ഇപ്പോഴത്തെ അധ്യാപകർ പറയുന്ന ഒരു കാര്യം എന്താണ്? കുട്ടികൾ കണ്ടാൽ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അതാണ് ഇന്ന് അധ്യാപകരെ വേദനിപ്പിക്കുന്ന ഏറ്റവും ഒരു കാര്യം. പക്ഷേ പഴയ കാലത്തെ അധ്യാപകരെ കാണുമ്പോൾ നിങ്ങളുടെ പപ്പാമാരൊക്കെ, പ്രായമുള്ളവരൊക്കെ ടീച്ചർമാരെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് കയ്യെ പിടിച്ച്. ഒരു പക്ഷേ ഇന്നത്തെ സൗഭാഗ്യങ്ങളോ ഇന്നത്തെ സ്നേഹമോ കരുതലൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നല്ല അടി കിട്ടുമായിരുന്നു. ഓഫീസിൻ്റെ ആ 7 അയൽവക്കത്ത് പോലും അടിക്കുകയല്ലേ. ഇപ്പോൾ നിങ്ങളെൻ്റെ ഓഫീസിനെ കൊണ്ട് വരികയല്ലേ. എന്ന് പറഞ്ഞതുപോലെ നല്ല സ്നേഹവും കരുതലും പൂർവ്വ അധ്യാപകരെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വിവിധ സ്കൂളുകളിൽ പോകുന്നതാണ്. നിങ്ങൾ 2 രീതി നമ്മുടെ സ്കൂളിനെ അസസ് ചെയ്യുന്ന 2 രീതിയിലാണ്. ഈ നല്ല മിടുക്കര് പിള്ളേരാണല്ലോ, ആ പിള്ളേർ എവിടെ നിന്ന് വന്ന പിള്ളേരാണ്? യുപിയിലെ ടീച്ചർമാർ എന്നാലും എന്ത് പറയും? ഇത് പയ്യെ LF വന്ന പിള്ളേരാണ്. ഇനി നമ്മൾ വഴക്കുണ്ടാക്കിയും ബഹളം ഉണ്ടാക്കിയും നടക്കുവാണെങ്കിൽ നമ്മളോട് എന്ത് പറയും? അയ്യോ ആ പിള്ളേർ എവിടെ നിന്ന് വന്നതാണ്, ആ പയ്യെന്ന് വന്ന, അങ്ങനെ പറയിപ്പിക്കാനുള്ള വരരുത്. നല്ല പിള്ളേരാണ്. അതാണ് നിങ്ങൾ ഈ സ്കൂളിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. വിലമതിക്കാനാവാത്ത സമ്മാനമാണത്. അത് നിങ്ങൾ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് നിങ്ങളോട് മറ്റൊന്ന് രജിസ്റ്റർ പോലീസുകാരൻ ക്ലാസ് എടുത്തപ്പോൾ, ഓഫീസർ ക്ലാസ് എടുത്തപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇനി അധ്യാപകരുടെ സാന്നിധ്യം കുറേ മാറിപ്പോകും. ഇപ്പോൾ ഇവിടെ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പാല് കുടിച്ചില്ല, പാല് കുടിക്കാൻ, ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പി കഴിച്ചില്ലെങ്കിൽ അത് വിളമ്പി തരുവാനായിട്ട്, അല്ലെങ്കിൽ എന്താണ്, എല്ലാത്തിനും നിങ്ങളുടെ കൂടെ തന്നെ അധ്യാപകരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? യെസ് ഓർ നോ? ഉണ്ടായിരുന്നോ? അല്ലേ? നിങ്ങൾ ചോറുണ്ണാതിരുന്ന എന്തെങ്കിലും ചോറുണ്ണാതെന്ന് ചോദിക്കല്ലേ. ഇനി അതിൻ്റെ സാന്നിധ്യം ഇച്ചിരി കുറയും. കുറച്ചുകൂടെ കഴിയുമ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ പിന്നെയും കുറയും. അവിടെയൊക്കെ നമുക്കൊരു പക്ഷേ കൂട്ടുകാരെ കൂടെ കൂടി നമുക്ക് ഉഴപ്പി നടക്കാം എന്നൊക്കെ ഒന്ന് ആരും വിചാരിക്കരുത്. ഞങ്ങളൊക്കെ കാണുമ്പോൾ, ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല എന്ത് ജോലി എന്നുള്ളതല്ല, നല്ല മിടുക്കര സ്വഭാവമുള്ള, നല്ല ക്യാരക്ടർ ഫോർമേഷനുള്ള കുട്ടികളായിട്ട് നിങ്ങളെ കാണുമ്പോൾ അത് വലിയ ഒരു ആശ്വാസമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കേട്ടോ. നമ്മൾ നല്ല കൂട്ടുകെട്ടിൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം. പ്രാർത്ഥന വളരെ ഭംഗിയായിട്ട് ജീവിതത്തിലുണ്ടാവണം കേട്ടോ. ഈ വേദിയിലേക്ക് ഞാൻ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്സസിനെയും
അതോടൊപ്പം തന്നെ നിങ്ങളെ പരിശീലിപ്പിച്ച 1 വർഷക്കാലം പരിശീലിപ്പിച്ച ചിത്ര ടീച്ചറിനെ വിവിധ തലങ്ങളിൽ പരിശീലിപ്പിച്ച അധ്യാപകരെ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു കേട്ടോ. താങ്ക് യു. സന്തോഷമാണോ? കൈയടിച്ചു. 4ാം ക്ലാസ്സിൽ എഴുതിയിട്ടില്ലേ? സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയമുള്ള കൂട്ടുകാരെ, 2 വർഷത്തെ നഴ്സറി സ്കൂൾ ജീവിതവും 4 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസവും ഏതാനും ദിവസത്തിനുള്ളിൽ നമ്മൾ പൂർത്തീകരിക്കുകയാണല്ലോ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ മനോഹരമായ രീതിയിൽ നടപ്പാക്കുവാൻ നമ്മെ സഹായിച്ചത് നമ്മുടെ ഈ മാതൃവിദ്യാലയമാണ്. പ്രിയ കൂട്ടുകാരെ, ജീവിതത്തിൽ നാം ഉന്നതങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ ഈ മാതൃവിദ്യാലയത്തെ ഒരിക്കലും മറക്കരുത്. നമ്മളെല്ലാവരും നന്നായി പഠിച്ച് വിവിധ പ്രവർത്തന മണ്ഡലങ്ങളിൽ എത്തുമ്പോൾ പറ്റുന്ന അവസരങ്ങളിൽ ഈ മാതൃകാ വിദ്യാലയത്തെ സ്നേഹിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടണം. ഇനി മുതൽ കൂടുതൽ കാര്യക്ഷമതയോടെ കൂടി നമ്മൾ മറ്റൊരു തലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ കൂട്ടുകാർ, പുതിയ പഠനാനുഭവങ്ങൾ എല്ലാം നമുക്ക് ഒരു പുതുമയായിരിക്കും. ഈ സുന്ദരമായ പഠനാനുഭവങ്ങൾ നമുക്ക് പകർന്നു തന്ന വൈഗ ലിറ്റിൽ ഫ്ലവർ LPS സ്കൂളിൻ്റെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ നഴ്സറിയിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിപ്പിച്ച അനു ടീച്ചറിനെയും, 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സൂര്യ ടീച്ചറിനെയും, 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മേഴ്സി സിസ്റ്ററിനെയും, റിസ ടീച്ചറിനെയും, 3ൽ പഠിപ്പിച്ച കൊച്ചുരാൻ ടീച്ചറിനെയും, 4ൽ ഇപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ചിത്ര ടീച്ചറിനെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഞങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിലും അറിവിൻ്റെ വിവിധ അംശങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഇപ്പോഴത്തെ ഹെഡ്മിസ്റ്റേഴ്സ് ലിസ സിസ്റ്ററിനെയും, ജിഫ് സാറിനെയും, അർജന സിസ്റ്ററിനെയും, നല്ല ആഹാരം പാചകം ചെയ്തു തരുന്ന ആൻസി ചേച്ചിയെയും, ഇപ്പോഴത്തെ നഴ്സറി ടീച്ചർ ബെറ്റി ടീച്ചറിനെയും, ഞങ്ങളുടെ കൂടെ നിന്ന് എപ്പോഴും വിവിധ സഹായങ്ങൾ ചെയ്തു തരുന്ന സീന ചേച്ചിയെയും, ഇവരെ എല്ലാവരെയും മനസ്സിൻ്റെ ഓർമ്മച്ചെപ്പിൽ എന്നും ഞങ്ങൾ ഓർക്കുന്നതാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പരിപൂർണമുള്ള മനുഷ്യത്വത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് നല്ല വ്യക്തികളായും നാടിൻ്റെ അഭിമാനമായും ഈ സ്കൂളിൻ്റെ മക്കളായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം.